നമസ്കാരം. ഇന്നത്തെ നമ്മുടെ യാത്ര കാലത്തെ പിറകോട്ട് കൊണ്ടുപോകുന്ന ഒന്നാണ്. 6.5 കോടി വർഷങ്ങൾക്ക് മുൻപേ പൃഥ്വിയിൽ ഭരിച്ചിരുന്ന അഹങ്കാരികളായ ജീവികൾ, ഡൈനോസറുകൾ. ഇന്നിവിടെ ആ വലിയ ഉഗ്രൻ ജനുസ് നിലനിന്നിരുന്നെങ്കിൽ എന്തായിരിക്കും ലോകം? പ്രപഞ്ചത്തിൽ കിടക്കുന്ന ഒരു ഗ്രഹം ഭൂമിയിൽ തട്ടിയിടുകയുണ്ടായിരുന്നില്ലെന്ന് കരുതാം. ആ കാമറ്റിന്റെ ദൗർഭാഗ്യകരമായ ആഘാതം ഒഴിവായിരുന്നെങ്കിൽ അപ്പോൾ ഡൈനോസറുകൾ ഇല്ലാതാകുമോ? ഇല്ല, അവർ ജീവിച്ചു നിൽക്കും, വളരുകയും മാറ്റം വരികയും ചെയ്യും. പക്ഷേ അതിനൊപ്പം തന്നെ മനുഷ്യന്റെ ജീവൻ ഒട്ടും എളുപ്പമായിരിക്കില്ല. ഇന്ന് നമ്മൾ ജീവിക്കുന്ന നഗരങ്ങൾ, മെട്രോകൾ, ഗതാഗതം, കൃഷിയെല്ലാം ഈ വലിയ ജീവികളോട് ഒത്തുചേർന്നായിരിക്കും. കാട്ടുപ്രദേശങ്ങൾ കൂടുതൽ ആയിരിക്കും, മനുഷ്യരുടെ ജനസംഖ്യ കുറവായിരിക്കും. പല റൂട്ടുകൾ ഡൈനോസറുകൾക്ക് മാത്രമായി മാറ്റിയിരിക്കും. വലിയ വലിയ വേലികൾ, ഉയർന്ന മതിലുകൾ, സുരക്ഷാ സംവിധാനങ്ങൾ എല്ലാം മനുഷ്യന്റെ ജീവന് രക്ഷയ്ക്കായി. മനുഷ്യൻ ജീവിക്കാൻ പഠിക്കും. ആദ്യകാലങ്ങളിൽ വലിയ വനങ്ങളിൽ കുറേ എണ്ണം ആൾക്കാർ മരിക്കുമായിരുന്നു. പക്ഷേ കാലങ്ങളായി മനുഷ്യൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഡൈനോസറുകളെ നിയന്ത്രിക്കാൻ പഠിച്ചേന്. ഉദാഹരണത്തിന്, വലിയ മൃഗങ്ങൾ കൊണ്ട് കാർഗോ വഹിക്കാൻ ശ്രമിച്ചേക്കും. ചില പഴയ ഡൈനോസറുകൾ ഇപ്പോഴത്തെ കുതിരകളെപ്പോലും മനുഷ്യന് ഉപകാരപ്രദമാവും. പക്ഷേ തീർച്ചയായും എല്ലാവരെയും അടിയന്തര ഭീഷണിയായി തന്നെ കാണും. ഡൈനോസറുകൾ നിലനിൽക്കുന്നത് പ്രകൃതിയുടെ നിലനിൽപ്പിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കും. വലിയ പ്രേഡർമാർ നിലനിൽക്കുന്ന കാലാവസ്ഥയിൽ വാവുകൾ, ചെറുവൃക്ഷങ്ങൾ, ചില വന്യജീവികൾ ഇവയ്ക്ക് സംരക്ഷണമുണ്ടാകില്ല. പകരം പ്രകൃതിയുമായി കൂടുതൽ കെട്ടിപ്പിണഞ്ഞ് ഒരു പുതിയ ഇക്കോളജിക്കൽ ബാലൻസ് നിലനിൽക്കും. മനുഷ്യൻ നഗരങ്ങൾക്കപ്പുറം പോകാൻ പേടിക്കും. ഡൈനോസറുകൾ കാട്ടിൽ തന്നെ നിലനിൽക്കും. കാട്ടുനഗരം എന്ന വ്യത്യാസം അത്ര പ്രബലമായി നിലനിൽക്കും. പക്ഷേ ചിലതരം ചിഹ്നങ്ങൾ സ്നേഹപ്രദമായി പരിണമിക്കും. ചില ചെറിയ തിനുസുകളായ ഡൈനോസറുകൾ പാമ്പുകളായി നിലനിൽക്കും. ചിലത് മനുഷ്യനെ ആക്രമിക്കില്ല. ഇതിനൊപ്പം ഗവേഷകർ ഡൈനോസറുകളെ പഠിച്ചും അവയുടെ ജീവിതശൈലി മനസ്സിലാക്കിയുമാണ് മനുഷ്യ സമൂഹത്തിൽ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്നത്. ഡൈനോസറുകളുടെ ജീനറ്റിക്സ് പഠിച്ചും അവരുടെ പ്രതിരോധശേഷിയും ജീവപര്യന്തവും മനസ്സിലാക്കി മനുഷ്യൻ ആരോഗ്യ മേഖലയിൽ വലിയ മുന്നേറ്റങ്ങൾ കൈവരിക്കും. കാൻസർ മുതൽ പകർച്ചവ്യാധികൾ വരെയുള്ള രോഗങ്ങൾക്കുള്ള മരുന്നുകൾക്ക് ഡൈനോസറുകളുടെ ജീനുകൾ സഹായകമാവും. പക്ഷേ ഒരു ചോദ്യം എപ്പോഴും നിലനിൽക്കും: നാം അവരോടൊപ്പം കഴിയാൻ പഠിച്ചിട്ടുണ്ടോ? അതോ നമ്മൾ അവരെ അടക്കാനും അടിമപ്പെടുത്താനും ശ്രമിക്കുമോ? ഇതിനുള്ള ഉത്തരമില്ല. അതെ, ഇങ്ങനെ ഒരു ലോകം സൃഷ്ടിക്കേണ്ടി വന്നാൽ മനുഷ്യൻ കൂടുതൽ വിനീതനായി ജീവിക്കേണ്ടതായിരിക്കും. ഇതൊരു ഭീകരമായ ലോകം മാത്രമല്ല, അതേസമയം അത്ഭുതകരമായ ഒരു ലോകവുമാണ്. പുതിയ ആശയങ്ങൾ, സമീപനങ്ങൾ, സംഭാഷണങ്ങൾ, സാങ്കേതിക വിദ്യ. മറ്റൊരു ഭൂമിയിലെ ഒരു സത്യാവസ്ഥയായിരിക്കും ഇത്. ഡൈനോസറുകളുടെ ലോകം. അവർ നമ്മുടെ കൂടെ ജീവിക്കുന്നില്ല എന്നത് ഇന്നത്തെ നമ്മുടെ ഭാഗ്യമായി തോന്നാമെങ്കിലും ഒരുപാട് വഴികളിൽ അവർ ഇന്നും നമ്മുടെ ജീവിതത്തിൽ ചേർന്നിട്ടുണ്ട്. നമ്മുടെ ഭാഷയിൽ, ഭീതിയിൽ, സിനിമകളിൽ, സ്വപ്നങ്ങളിലും. ഇനി നിങ്ങൾ തന്നെ ചിന്തിക്കൂ, നിങ്ങൾ എങ്ങനെയാണ് ആ ലോകത്ത് ജീവിക്കുക?